ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്മീന്തല പൊട്ടറ്റോ കോമ്പിനേഷനാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം വളരെ ചെറിയതായ ഒരു വീഡിയോയിലാണ് ഞാൻ ഒതുക്കുന്നത്. അത് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മാത്രമല്ല, ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീന്തല പൊട്ടറ്റോ കോമ്പിനേഷൻ അത് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കണതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഈ ചെമ്മീനിൽ നിന്ന് അതിൻ്റെ തല ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ചെമ്മീൻ്റെ തലയുടെ ആ തുമ്പ് വശം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ആ കാലെല്ലാം കട്ട് ചെയ്യുക. എന്നിട്ട് തല അതിൻ്റെ ബോഡി പാർട്ടിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. തലയുടെ തുമ്പത്തുള്ള ആ മുള്ള് കട്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ കാല് കട്ട് ചെയ്യുക, പിന്നെ തല കട്ട് ചെയ്തെടുക്കുക. ഇപ്പം എല്ലാം കട്ട് ചെയ്ത് നല്ലതുപോലെ ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് 2 സവാള ഇട്ട് കൊടുത്ത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചത്, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ശരിക്കും അങ്ങ് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്തെടുക്കാം. ചെമ്മീൻ തലയുടെ അളവനുസരിച്ച് നോക്കി വേണം ഉപ്പിട്ട് കൊടുക്കാൻ, കൂടിപ്പോകരുത്. ഇനി നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ തല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 3 മീഡിയം ടൈപ്പ് പൊട്ടറ്റോ ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീന്തലയ്ക്കും ഈ പൊട്ടറ്റോയ്ക്കും കൂടിയുള്ള ഉപ്പ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെയൊക്കെ ഒന്നെല്ലാം മിക്സ് ചെയ്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, 1 ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മീൻ തലയും പൊട്ടറ്റോയും അതിൻ്റെ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു സ്വല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ശരിക്കും തിളച്ച് ഒരു പാതി വേവായിട്ടുണ്ടെല്ലാം. വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടി ആ വെള്ളമൊക്കെ വറ്റി ശരിക്ക് ചെമ്മീൻ്റെ തലയും അതുപോലെ തന്നെ പൊട്ടറ്റോയും ശരിക്കും ഡ്രൈ ആവുന്ന വരെ നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പം അതിൻ്റെ ആ ഗ്രേവിയൊക്കെ പറ്റിക്കഴിഞ്ഞു. നല്ലതുപോലെ ശരിക്കും ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് പക്ഷെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീന്തലയും പൊട്ടറ്റോയും കൂടി വെച്ച നല്ലൊരു കിടിലൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. പൊട്ടറ്റോയുടെ സ്ഥാനത്ത് കൂർക്കയോ അതല്ലെങ്കിൽ ചേനയോ അതല്ലെങ്കിൽ കായൊക്കെ ഇട്ട് വെച്ചാലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസും കൂടി താഴെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.